ഐശ്വര്യ, ഈ ഐശ്വര്യ അത് എവിടെ പോയി? താനിത് എവിടെ പോയി കിടക്കായിരുന്നു? കറങ്ങാൻ പോകുന്നത് ഇതുപോലുള്ള ദിവസങ്ങളിലാണോ? എന്തെല്ലാമോ പറഞ്ഞ് കയ്യും കാലും പിടിച്ചിട്ടാ നമുക്ക് വേണ്ടി ഒരു ഫംഗ്ഷൻ നടത്താൻ അമ്മ ഏതാണ്ട് സമ്മതിച്ചിരിക്കുന്നത്. അതിന്റെ ഡേറ്റ് ഇന്ന് തീരുമാനിക്കും. ഇന്നത്തെ ഐശ്വര്യയുടെ പെർഫോമൻസ് കണ്ടിട്ടായിരിക്കും നമ്മുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ അമ്മ ഒരു തീരുമാനം എടുക്കുന്നത്. ഇയാൾ ഒരു മരപ്പൊട്ടൻ തന്നെ. സ്വന്തം അമ്മയുടെ മനസ്സറിയാത്ത ഒരു പുങ്കൻ. ഈ പാർട്ടിയിൽ കൊട്ടാരത്തിലെ മണിമാല ഞാൻ അവരുടെ കാൽ കീഴിൽ വെക്കണം. എന്നാൽ മാത്രമേ ആ തള്ള എന്നെ അംഗീകരിക്കൂ. ഐശ്വര്യ എന്താ ആലോചിക്കുന്നേ? ഞാനൊഴികെ ഈ വീട്ടിലുള്ള എല്ലാവരും പാർലറിൽ പോയി ഫേഷ്യലും മറ്റും ചെയ്തിട്ട് വന്നു. എന്റെ ഭർത്താവ് എന്നോട് നിനക്കൊന്ന് പാർലറിൽ പോണ്ടേ എന്ന് പോലും ചോദിച്ചില്ലല്ലോ. അതും ഇതും തമ്മിലുള്ള ബന്ധം എന്താ? ഇന്ന് പുതിയ സംബന്ധക്കാരും കുടുംബവും ഒക്കെ വരുമ്പോ ഏറ്റവും കൂടുതൽ ഷൈൻ ചെയ്യേണ്ടത് ആരാ? അതെന്റെ ഭാര്യയായ താൻ തന്നെയാ. അപ്പൊ എന്നെ പാർലറിൽ കൊണ്ടുപോയി സുന്ദരി കുട്ടിയാക്കി കൊണ്ടുവരേണ്ടത് ആരായിരുന്നു? അത് പിന്നെ. എന്നിട്ടും ഒരു പരാതിയും പറയാതെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് പാർലറിൽ പോയി ഫേഷ്യലൊക്കെ ചെയ്തിട്ട് വന്നതാ. തന്നെ കണ്ട ആരെങ്കിലും പറയോ താൻ പാർലറിലൊക്കെ പോകുന്നതാണെന്ന്? സത്യത്തിൽ താൻ ജന്മന തന്നെ അതിസുന്ദരിയല്ലേ? തനിക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റിന്റെയും പുറകെ പോകേണ്ട കാര്യം തനിക്കില്ല. ഈ പഴയ ആൾക്കാർ പറയാറില്ലേ, പൊന്നിൻകുടത്തിന് എന്തിനാ പൊട്ടെന്ന്? അതുപോലെയാ തന്റെ കാര്യം. വേണ്ട വേണ്ട, അമ്മായിയമ്മയ്ക്ക് എന്നെ വേണ്ട. എന്റെ ഭർത്താവിനാണെങ്കിൽ എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഇല്ല. എന്നിട്ടും സാറിനോടുള്ള സ്നേഹം കൊണ്ട് ഈ മുറിക്കുള്ളിൽ ഒരു പരാതിയും പറയാതെ ഒരു തടവുകാരിയെ പോലെ കഴിയാ ഞാൻ. എന്നിട്ടും സാറിന് എന്നെ മാത്രമേ കുറ്റം പറയാനുള്ളൂ. ഞാൻ തന്നെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. ഇന്നത്തെ ദിവസം ഫുൾ ടൈം താനേ എന്നോടൊപ്പം ഉണ്ടാവണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞല്ലേ. ഒന്ന് ക്ഷമിക്കടോ. അതിന് സാറിനോട് പിണങ്ങാൻ എനിക്ക് പറ്റില്ലല്ലോ. അത്രയ്ക്ക് സാറിനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമല്ലേ സാറിനോടൊപ്പം ഈ വീട്ടിലേക്ക് കയറി വന്നത്. ഇത്രയേറെ അപമാനിക്കപ്പെട്ടിട്ടും അതെല്ലാം സഹിച്ച് ഞാൻ ഇവിടെ കഴിയുന്നത് സാറിനോടൊപ്പം കഴിയാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ.